പാവയ്ക്ക ഒരുപാട് കിട്ടുമ്പോൾ നമ്മൾ ഉണക്കി വറുത്ത് കഴിക്കാറില്ലേ, അതേ സെയിം പ്രോസസ്സിലൂടെ നമുക്ക് കോവയ്ക്കയും അതുപോലെ ചെയ്തെടുക്കാം എന്നുള്ളൊരു പുതിയ അറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ അറിവ് എനിക്ക് കിട്ടിയത് അപ്പച്ചിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു കോവയ്ക്കയും കുറേ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് കറി വെക്കാനായിട്ട് എടുത്തിട്ട് ബാക്കി നേരെ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ആവി കയറ്റിയിട്ട് പാവയ്ക്ക ഉണക്കുന്നത് പോലെ അതേ പ്രോസസ്സിൽ തന്നെ വെയിലത്തിട്ടിട്ടുണ്ട്. പാവയ്ക്കേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്, കാരണം ഒട്ടും കയ്പില്ലല്ലോ. മറ്റത് കുറേ അധികം കയ്പ് പോവെങ്കിലും ഇതാകുമ്പോൾ പിന്നെ ഒട്ടുമേ കയ്പില്ലല്ലോ. അപ്പോൾ അതവിടെ ഉണങ്ങാൻ കിടക്കട്ടെ. ഞാനിതാ ഇവിടെ ചിക്കൻ കറി വെക്കാനായിട്ട് സവാളയും ഒക്കെ വഴറ്റി എടുക്കുന്നുണ്ട്. ഇന്നലെ കുറച്ച് നെല്ലിക്ക വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതിനിതാ മുഴുവനായിട്ട് വരഞ്ഞിട്ട് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പുളിഞ്ചിക്കയും ഇന്നലെ മുകളിലത്തെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും സെയിം ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതേ ചേട്ടൻ വന്നു. ചേട്ടൻ കുറച്ച് പച്ച മാങ്ങ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതിനെ പഴുപ്പിക്കാനായിട്ട് ഇതാ ഞാൻ പാലത്തോലക വെട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മരിച്ചീനിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചക്ക സീസണായ പിന്നെ മരിച്ചീനിയൊക്കെ തിന്ന കാലം മറന്നു എന്ന് തുടങ്ങി പറയായിരുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് കുറച്ച് മരിച്ചീനി കിട്ടിയത്. അപ്പോൾ അതിനെയും ചിക്കൻ കറി എല്ലാം കൂടെ കൂട്ടി നല്ല അടിപൊളി ഊണായിരുന്നു. ഇന്ന് ഊണ് കഴിക്കാൻ വേറൊരാളും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.